മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. അയോധ്യ കേസ് കേവലം ഭൂമി തർക്കമല്ലെന്ന് സുപ്രീം കോടതി. വൈകാരികവും മാനസികവുമായ വിഷയമാണെന്നും സുപ്രീം കോടതിയുടെ നിരീക്ഷണം. മധ്യസ്ഥ ചർച്ചയ്ക്കായി ഒരാളെ നിയമിക്കുന്നതിന് പകരം ഒരു പ്രത്യേക സംഘത്തെ തന്നെ നിയമിക്കാമെന്ന് കോടതി വ്യക്തമാക്കി. മധ്യസ്ഥ ശ്രമം നടത്താനുള്ള സുപ്രീം കോടതിയുടെ ശ്രമത്തെ ഹിന്ദു സംഘടനകൾ കോടതിയിൽ എതിർത്തു. വിവരങ്ങളുമായി എം ഉണ്ണികൃഷ്ണൻ ചേരുന്നു. ഉണ്ണി, വളരെ പ്രധാനപ്പെട്ട നിരീക്ഷണമാണ് കോടതിയിൽ നിന്ന് വന്നിട്ടുള്ളത്. അയോധ്യ കേവലം അതൊരു തർക്കപ്രശ്നമായി കാണാവുന്നതല്ല, കേവലം ഒരു ഭൂമി തർക്കം മാത്രമല്ല, പകരം അതൊരു വൈകാരികമായ പ്രശ്നമാണ് എന്ന നിലയിൽ കോടതി ഒരു നിരീക്ഷണം നടത്തി. മധ്യസ്ഥ ശ്രമം എങ്ങനെ വേണം എന്നതിനെ സംബന്ധിച്ചൊരു കാഴ്ചപ്പാട് കൂടിയാണോ വിശദീകരിച്ചിരിക്കുന്നത്? ശരത്, തീർച്ചയായും നേരത്തെ തന്നെ സുപ്രീം കോടതി അയോധ്യ കേസിൽ മധ്യസ്ഥ ചർച്ചകളിലൂടെ പരിഹാരം കാണണമെന്ന അഭിപ്രായം മുന്നോട്ട് വച്ചിരുന്നു. ജസ്റ്റിസ് എസ് എ ബോബ്ഡെ, അഞ്ചംഗ ഭരണഘടനാ ബെഞ്ചിലെ അംഗമായ ജസ്റ്റിസ് ബോബ്ഡെയാണ് വളരെ ശക്തമായി തന്നെ ഈ ഒരു വാദം ഉന്നയിച്ചിരുന്നത്. ഇന്ന് അക്കാര്യത്തിൽ തീരുമാനമെടുക്കുന്നതിനായാണ് കേസ് സുപ്രീം കോടതി പരിഗണിക്കുന്നത്. ഈ കേസിൽ വാദം കേൾക്കുന്നതിനിടെ എല്ലാ കക്ഷികളുടെയും അഭിപ്രായം മധ്യസ്ഥ ചർച്ചയുമായി ബന്ധപ്പെട്ട് കേൾക്കുന്നതിനിടെയാണ് സുപ്രീം കോടതിയുടെ വളരെ ശ്രദ്ധേയമായ നിരീക്ഷണങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അയോധ്യ കേസ് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഒരു ഭൂമി തർക്കമല്ല, മറിച്ച് അത് വളരെ കൃത്യമായി വൈകാരികവും മതപരവും മാനസികവുമായ വിഷയമാണെന്നാണ് ഹിന്ദു സംഘടനകൾ ഇന്ന് കോടതിയിൽ വാദിച്ചത്. അതിന് അതേ നാണയത്തിൽ തന്നെ മധ്യസ്ഥ ചർച്ചയാണ് ഏറ്റവും ഉചിതമെന്ന് വ്യക്തമാക്കുകയാണ് സുപ്രീം കോടതി ചെയ്തിരിക്കുന്നത്. ജസ്റ്റിസ് എസ് എ ബോബ്ഡെ അടക്കമുള്ള ജഡ്ജിമാർ പറഞ്ഞിരിക്കുന്നത് ഇത് കേവലം വസ്തു തർക്കമല്ല, ശരി തന്നെ, ഇത് മാനസികവും വൈകാരികവും മതപരവുമായ വിഷയമാണ്. അങ്ങനെ ഒരു വിഷയത്തിൽ സുപ്രീം കോടതി അന്തിമ തീർപ്പ് കൽപ്പിച്ചാൽ അതിൽ പിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. എന്നാൽ നിലവിലെ ഘട്ടത്തിൽ കോടതിക്ക് ഇടപെടാൻ കഴിയും, തർക്കത്തിന് ചർച്ചകളിലൂടെ പരിഹാരം കാണാൻ ശ്രമിക്കാൻ കഴിയും. അങ്ങനെ ഒരു ചർച്ചയിലൂടെ പരിഹാരം കാണാനുള്ള ശ്രമമാണ് വേണ്ടതെന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. ഭൂതകാലത്തിലെ കാര്യങ്ങളിൽ കോടതിക്ക് നിയന്ത്രണമില്ല, ബാബർ എന്ത് ചെയ്തു എന്നതിൽ കോടതിക്ക് നിയന്ത്രണമില്ല, അതിൽ ഒന്നും റദ്ദാക്കാൻ കഴിയില്ല. പക്ഷേ മറിച്ച് ഇപ്പോൾ ചർച്ചയിലൂടെ ഇക്കാര്യത്തിൽ പരിഹാരം കാണുന്നതിനുള്ള ഇടപെടൽ നടത്താൻ കോടതിക്ക് കഴിയുമെന്നാണ് കക്ഷികളെ സുപ്രീം കോടതി ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തിയിരിക്കുന്നത്. ഏതായാലും മുസ്ലിം സംഘടനകൾ ചർച്ചയ്ക്ക് അനുകൂലമായ നിലപാടാണ് എടുത്തിരിക്കുന്നത്. എല്ലാ കക്ഷികളുടെയും അഭിപ്രായം കാത്തിരിക്കാതെ തന്നെ കോടതിക്ക് മധ്യസ്ഥ ചർച്ചയ്ക്കുള്ള ഉത്തരവിറക്കാമെന്ന് മുസ്ലിം സംഘടനകൾ വാദിക്കുന്നു. എന്നാൽ ഹിന്ദു സംഘടനകൾ വ്യക്തമാക്കിയിരിക്കുന്നത് അങ്ങനെ ഒരു ചർച്ചയിലൂടെ ഇതിന് പരിഹാരം കാണാൻ കഴിയില്ല, വെറുതെ കോടതിയുടെ സമയം പാഴാക്കേണ്ടതില്ല എന്നുള്ളതാണ്. മുൻധാരണയോടുകൂടി ചർച്ചയ്ക്കുള്ള ശ്രമത്തെ സ്വീകരിക്കരുതെന്നാണ് അവർക്ക് സുപ്രീം കോടതി നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്. എന്നാൽ ഈ ബെഞ്ചിൽ അംഗമായ ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് തന്നെ ഈ ചർച്ചയുടെ ഫലപ്രാപ്തി സംബന്ധിച്ച് ആശങ്ക പ്രകടിപ്പിക്കുന്നുമുണ്ട്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ചർച്ചയിലൂടെ എങ്ങനെ ഈ വിഷയത്തിന് പരിഹാരം കാണാനാകും, അതാണ് ഏറ്റവും ഐഡിയലായ സാഹചര്യം എങ്കിൽ കൂടിയും ഈ രീതിയിലുള്ള ചർച്ചകളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ഇനി ചർച്ചയ്ക്ക് കോടതി ഉത്തരവിട്ടാൽ തന്നെ കേവലം മധ്യസ്ഥ ചർച്ചയ്ക്ക് ഒരു മുൻ സുപ്രീം കോടതി ജഡ്ജിയെ മാത്രം നിയമിക്കാനല്ല സാധ്യതയുള്ളത്, ഒരു സംഘത്തെ തന്നെ നിയമിച്ചുകൊണ്ട് മധ്യസ്ഥ ചർച്ച നടത്താനുള്ള നിർദ്ദേശം നൽകും. കൃത്യമായ സമയപരിധിക്കുള്ളിൽ ആ ചർച്ചകൾ പൂർത്തിയാക്കാനുള്ള നിർദ്ദേശം നൽകും. ചർച്ചയിലെ പുരോഗതിയും വിവരങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നതിന് മാധ്യമങ്ങൾക്ക് വിലക്കടക്കം പ്രതീക്ഷിക്കാം. ശരത്, ഉന്നതിലൊരു പ്രധാന പ്രശ്നം ഇപ്പോൾ ഈ അയോധ്യ ഭൂമി പ്രശ്നം എന്നത് അതൊരു ഭൂമി തർക്കം മാത്രമല്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അതിലൊരു വൈകാരിക തലത്തെ കോടതി ഉയർത്തിക്കാട്ടുമ്പോൾ ആ വൈകാരിക തലത്തെ നിയമപരമായി മാത്രമല്ല പരിഗണിച്ചൊരു വിധിയിലേക്ക് നീങ്ങേണ്ടത് എന്നാണോ കോടതിയുടെ ഒരു വിലയിരുത്തൽ ഈ ഘട്ടത്തിൽ? അങ്ങനെ വരികയും പക്ഷേ അതിനെ ഹൈന്ദവ സംഘടനകൾ എതിർക്കുകയും ചെയ്യുന്നൊരു സാഹചര്യം, വൈകാരികമായി വിഷയത്തെ അവതരിപ്പിക്കുന്ന ഹൈന്ദവ സംഘടനകൾ തന്നെ ആ നിലയിൽ ഒരു മധ്യസ്ഥ ശ്രമത്തിലൂടെ ഒരു വൈകാരിക പ്രശ്നത്തെ പരിഹരിക്കാനുള്ള ഉത്തരം കണ്ടെത്താനുള്ള സുപ്രീം കോടതിയുടെ ശ്രമത്തെ എതിർക്കുക കൂടി ചെയ്തല്ലോ. തീർച്ചയായും ഈ മുസ്ലിം സംഘടനകളും ഹിന്ദു സംഘടനകളും തമ്മിൽ ഇക്കാര്യത്തിൽ വ്യത്യസ്തമായ നിലപാട് സ്വീകരിക്കുന്നുണ്ട്. മുസ്ലിം സംഘടനകൾ ഇത് ചർച്ചയിലൂടെ പരിഹരിക്കാനുള്ള ഒരു സ്വാഗതാർഹമായ നിലപാട് സ്വീകരിക്കുന്നു. എന്നാൽ ഹിന്ദു സംഘടനകൾ പറയുന്നത് വൈകാരിക വിഷയമാണ്, അതിന് ചർച്ചയിലൂടെ പരിഹാരം കാണാൻ കഴിയില്ല, മതപരവും വൈകാരികവുമായ വിഷയമായതുകൊണ്ട് കോടതി തന്നെ തീർപ്പ് കൽപ്പിക്കണമെന്നുള്ളതാണ്. ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരപ്രകാരം ഈ ബെഞ്ചിൽ തന്നെ ഭിന്നാഭിപ്രായങ്ങൾ ഉടലെടുക്കുന്നുണ്ട്. അഞ്ചംഗ ബെഞ്ചിൽ ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് വളരെ കൃത്യമായി പറയുന്നത് ഇത് ശരി തന്നെ, ചർച്ചയിലൂടെ പരിഹരിക്കപ്പെടുന്നതാണ് ഏറ്റവും ആദർശപരമായ നിലപാട്. പക്ഷേ അങ്ങനെ ഒരു തർക്കപരിഹാരം സാധ്യമാകില്ല എന്നതിന് വേണം ഈ നിലപാടുകളിലൂടെ വ്യക്തമാകുന്നത്. അപ്പോൾ എങ്ങനെ ഈ കോടതിക്ക് മധ്യസ്ഥ ചർച്ചയ്ക്ക് ഉത്തരവിടാൻ കഴിയുമെന്ന ഒരു അഭിപ്രായമാണ് അദ്ദേഹം പറയുന്നത്. അഞ്ചംഗ ബെഞ്ചിൽ ജസ്റ്റിസ് എസ് എ ബോബ്ഡെയും ജസ്റ്റിസ് DY ചന്ദ്രചൂഡും വ്യത്യസ്ത നിലപാടെടുക്കുന്നുവെന്ന സൂചനയാണ് പുറത്തുവരുന്നത്. ഏതായാലും കോടതിയുടെ ഭൂരിപക്ഷ തീരുമാനം അന്തിമമായി മധ്യസ്ഥ ചർച്ചയ്ക്ക് കോടതി തീരുമാനമെടുക്കുമോ എന്ന കാര്യങ്ങൾ തന്നെയാണ് അറിയേണ്ടതായി ഉള്ളത്. ഹിന്ദു സംഘടനകൾ ശക്തമായി മധ്യസ്ഥ നീക്കത്തെ എതിർക്കുകയും എത്രയും പെട്ടെന്ന് തന്നെ കോടതി കേസിൽ വാദം കേട്ടുകൊണ്ട് തീരുമാനമെടുക്കണമെന്ന് ആവശ്യപ്പെടുകയുമാണ്. ഇക്കാര്യത്തിൽ ഇന്ന് ഈ കേസിലുള്ള കോടതി നടപടികൾ അവസാനിച്ചോ?
ഇതുവരെയും അവസാനിച്ചിട്ടില്ല. കേസിലെ നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കോടതി തീരുമാനിക്കാൻ പോകുന്നത് മധ്യസ്ഥ ചർച്ചയ്ക്ക് ഉത്തരവിടണമോ വേണ്ടയോ എന്നത് സംബന്ധിച്ചാണ്. അതിലെ ആശയപരമായ വാദപ്രതിവാദങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. ബെഞ്ചിനകത്തുള്ള ജഡ്ജിമാർ അഭിപ്രായം പറയുന്നുണ്ട്, മറ്റ് അഭിഭാഷകർ അക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കുന്നു. ഈ നിലപാടുകൾ പരിശോധിച്ചുകൊണ്ടായിരിക്കും കോടതി അക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുക. ജസ്റ്റിസ് എസ് എ ബോബ്ഡെ ഇക്കാര്യത്തിൽ ഒരു സമവായ ചർച്ച വേണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. മറ്റ് ജഡ്ജിമാരും അതിനോട് യോജിക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു നീക്കത്തിലേക്ക് സുപ്രീം കോടതി കടക്കും. സിവിൽ പ്രൊസീജിയർ കോഡിലെ 89-ാം ചട്ടപ്രകാരമാണ് മീഡിയേഷനുള്ള വ്യവസ്ഥയുള്ളത്, മധ്യസ്ഥ ചർച്ചയ്ക്കുള്ള വ്യവസ്ഥയുള്ളത്. ആ മധ്യസ്ഥ ചർച്ചയ്ക്ക് ഒരു ജഡ്ജി, മുൻ ജഡ്ജിയോ അല്ലെങ്കിൽ ഒന്നിലധികം ജഡ്ജിമാര് അടങ്ങുന്ന സംഘത്തെയൊക്കെ നിയമിച്ചുകൊണ്ട് മധ്യസ്ഥ ചർച്ചയ്ക്കുള്ള അവകാശം, ആ സാധ്യത പരിശോധിക്കാനുള്ള ഒരു നീക്കത്തിന് സുപ്രീം കോടതിക്ക് കഴിയും. ആ ഒരു നീക്കമാണ് ഇപ്പോൾ പരീക്ഷിക്കുന്നത്. ഏതായാലും എല്ലാ കക്ഷികളും യോജിക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ ആ വിയോജിപ്പ് മറികടന്നുകൊണ്ടോ ഒക്കെ കോടതിക്ക് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാം. പക്ഷേ ബെഞ്ചിനകത്തുള്ള നിലപാടുകളും അവർക്കിടയിലുള്ള ഒരു സമവായവുമായിരിക്കും ഈ ഒരു ഉത്തരവിറക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ടതാവുക. അങ്ങനെ ഒരു ഉത്തരവിറക്കുകയാണെങ്കിൽ അത് ഈ കേസിന്റെ ചരിത്രത്തിൽ തന്നെ വളരെ നിർണായകമായ ഒരു നീക്കമാകും. നേരത്തെ ജഡ്ജിയായിരുന്ന ജസ്റ്റിസ് JS കഹാറിന്റെ കാലത്ത് ഇങ്ങനൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിരുന്നു. താൻ തന്നെ മധ്യസ്ഥ ചർച്ചകൾക്ക് നേതൃത്വം വഹിക്കാമെന്ന് അദ്ദേഹം പറഞ്ഞതാണ്. പക്ഷേ ആ നീക്കങ്ങൾ ഫലപ്രാപ്തിയിലെത്തിയില്ല. അതിനുശേഷമാണ് ഈ കേസ് വീണ്ടും ഭരണഘടനാ ബെഞ്ചിന്റെ പരിഗണനയ്ക്ക് എത്തിയത്. ഇപ്പോൾ അങ്ങനെ ഒരു നീക്കം സജീവമായി പരിഗണിക്കപ്പെടുകയാണ്. ശരത്, ഏതായാലും വളരെ സുപ്രധാനമായൊരു ഘട്ടമാണ്. അയോധ്യ കേസിൽ മധ്യസ്ഥ ശ്രമത്തിലൂടെ പ്രശ്നം പരിഹരിക്കാനുള്ള, തർക്കത്തിന് പരിഹാരം കണ്ടെത്താനുള്ള ഒരു വൈകാരിക വിഷയം എന്ന നിലയിൽ അതിനൊരു കോടതിക്ക് പുറത്ത് അല്ലെങ്കിൽ ഒരു മധ്യസ്ഥ സംഘത്തെ തന്നെ വെച്ച് ഒരു പരിഹാര സാധ്യത തേടൽ എന്നതിൻ്റെ വശമാണിപ്പോൾ കോടതി ആരായുന്നത്, പരിശോധിക്കുന്നത്. അത് സംബന്ധിച്ച് വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ സൂചിപ്പിച്ചതുപോലെ ആ ഭരണഘടനാ ബെഞ്ചിൽ തന്നെ ജഡ്ജിമാർക്കിടയിൽ ഉണ്ട് എന്ന വിവരങ്ങൾ, സൂചനകളൊക്കെ ഉണ്ട്. ഏതായാലും അതിലെന്താണ് കോടതി ഇന്ന് എത്തിച്ചേരുന്ന നിഗമനം, തീരുമാനം എന്നത് ഏറ്റവും നിർണായകവും ശ്രദ്ധേയവുമാകും.